അത് ഞാൻ ചാട് എടാ ചാട്. ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഇന്ന് നമ്മൾ നോൽമ്പൊക്കെ കഴിഞ്ഞു, പെരുന്നാളായിട്ടുണ്ട്. അപ്പം പെരുന്നാളിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. അപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റു, കുളിയൊക്കെ കഴിഞ്ഞ് പെരുന്നാളിന് ഇങ്ങനെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോയിട്ട് ആളുകളൊക്കെ വന്ന് തുടങ്ങണുള്ളൂ, കുറേശ്ശെ ഇങ്ങനെ. ഇവിടെ 6:15 നിസ്കാരം. സൂര്യനൊക്കെ ഉദിച്ചു ആവണുള്ളൂ. അങ്ങനെ പെരുന്നാള് നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പം നിസ്കാരത്തിൻ്റെ ഇതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ്. പള്ളി ഉണ്ടോ ഇല്ല എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ കയറിയതാണ് പള്ളിയിലേക്ക്. സാധാരണ ഇവിടെ ഈദ്ഗാഹുകളിലൊക്കെയാണ് നിസ്കാരം ഉണ്ടാവല്. ഈ കുറി ഇവിടെ പള്ളിയിലുണ്ട്. അപ്പോൾ മഴ പെയ്യുമോ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് അവർ പള്ളിയിൽ തന്നെ വെച്ച് നിസ്കരിക്കായിരുന്നു. അങ്ങനെയൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. റൂമിലേക്കൊക്കെ പോകണം. റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. റൂമിലെത്തി ഇനിയിപ്പോൾ ചോറിൻ്റെ പരിപാടിയാണ്, ചോറൊക്കെ കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. ക്ലീനാക്കി ചോറൊക്കെ ആയി. അപ്പോൾ ചോറൊക്കെ താഴത്തേക്കിട്ട് ഇറക്കി കൊണ്ടുവരികയാണ്. ഇനിയിപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ചോറ് കഴിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മളെ പ്രവാസികളുടെ പെരുന്നാളാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ചോറൊക്കെ ആളുകളൊക്കെ എത്തി തുടങ്ങി. റൂമിലൊക്കെ ഉള്ളവരും ജോലിക്ക് പോയാലും കുറേ ആൾക്കാർ ജോലിയുള്ളവരൊക്കെ ഉണ്ട്. ജോലിക്ക് പോയാലും റൂമിലുള്ളവരൊക്കെ എത്തി. ഓരോരുത്തർക്ക് ചോറ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മട്ടൻ ബിരിയാണിയാണ് ഉള്ളത്. പിന്നെ പായസമുണ്ട്, പപ്പടമുണ്ട്, ചിക്കൻ 65 ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അല്ലാത്ത ഭക്ഷണമൊക്കെയാണ്. ചിക്കൻ 65 ഒക്കെ ഉണ്ട്, പായസമുണ്ട്, പപ്പടമുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ചോറൊക്കെ ആളുകൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്, ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പുറത്തൊക്കെ പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലൊക്കെയാണ്. നല്ല ബിരിയാണിയാണ് കേട്ടോ, നല്ല സൂപ്പർ ബിരിയാണിയാണ് നമ്മളെ കുക്ക് വെച്ചത്. ഇപ്പോൾ അക്കോടെ മെസ്സിൽ തന്നെ ഒരു കുക്കൊക്കെ ഉണ്ട്. ഇപ്പം നമുക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെ തന്നെയാണ്. ഒരു 10-80 ആളുകളോളം ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ള ഭക്ഷണം നല്ല ഭക്ഷണമാണ്, നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് കേട്ടോ. ഭക്ഷണമൊക്കെ ഇങ്ങനെ വരിക്കൊക്കെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ കൂട്ടായിട്ടിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി പുറത്തൊക്കെ പോകണം. കുറേ ആളുകൾ പോകണവരുണ്ടാവും, കുറേ ആൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. പുറത്തൊക്കെ ഇറങ്ങി ഒരുപാട് കാഴ്ചകളൊക്കെ കാണാറുണ്ട് ഈ ഭാഗത്ത് കൂടെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി പുറത്തിറങ്ങി നടക്കുക. പറ്റുമെങ്കിൽ നമുക്കൊന്ന് കുളിക്കും വേണം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല വെള്ളമുള്ള ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്ത് കൂടെയൊക്കെ ഒന്ന് പോയി നോക്കുക, എവിടെയാണ് വെള്ളമില്ലത്, ഇവിടെയൊക്കെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനുണ്ട്, എൻ്റെ കൂടെ സംസുഖുണ്ട്, പിന്നെ അക്ഷയുണ്ട്. അക്ഷയ് പഞ്ചാബുകാരനാണ്, സംസുഖ് മഞ്ചേരിക്കാരനാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളൊക്കെ നിറച്ച് കൃഷികളാണ്. ഈത്തപ്പഴങ്ങളും ഈത്തപ്പഴത്തിൻ്റെ തോട്ടമാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെയൊക്കെ നിറച്ച് ഈത്തപ്പഴങ്ങളുണ്ട്. അപ്പോൾ ഈത്തപ്പഴമൊക്കെ പറിച്ചു കഴിഞ്ഞു. ഇപ്പം വെറും ഇതുള്ളൂ, മരമുള്ളൂ. ഇപ്പോൾ തണുപ്പായില്ലേ, തണുപ്പ് കഴിഞ്ഞ് തുടങ്ങി. ഈ നോമ്പിൻ്റെ മുന്നൊക്കെ ആയിട്ട് എല്ലാ ഈത്തപ്പഴമൊക്കെ പറിച്ച് തീർന്നിട്ടുണ്ടോ, എല്ലാ ഭാഗങ്ങളും തീർന്നു 2 മാസം മുന്നേ. ഈ ഭാഗം മൊത്തം കൃഷിയിടങ്ങളാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള റോഡ് കാണാൻ തന്നെ ഭയങ്കര രസമായിട്ട്. ഇത് നമ്മളെ ഇവിടെയൊക്കെ എത്തുമ്പോൾ നമ്മൾ നാട്ടിലെത്തിയ ഒരു പ്രതീതിയാണ്. ഒമാൻ്റെ ഭാഗങ്ങളൊക്കെ അല്ലെങ്കിൽ നല്ല രസമാണ്, ഉൾഭാഗങ്ങളൊക്കെ കാണാൻ.
ഈ സൈഡൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി മതിൽ കെട്ടി തിരിച്ചതാണ്, റോഡ് സൈഡൊക്കെ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു താറിടാതെ കച്ചി റോഡുമാണ് കിടക്കുന്നത്. ഫുള്ള് മതിൽ കെട്ടി ഓരോരുത്തരുടെ അതിര് തിരിച്ചൊക്കെ മാറ്റിയതാണ്. പല ജാതി കൃഷികളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്കൊക്കെ വെള്ളം എത്തിക്കുന്നത് ഇങ്ങനെ വലിയ പൈപ്പൊക്കെ ഇട്ടിട്ട് ആ പൈപ്പിലൂടെ വെള്ളം എത്തിച്ചിട്ട് അതിനെ സ്പ്രിംഗ്ലർ വെച്ചിട്ട് നനയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. നമുക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മളൊന്നും കൃഷിയിലേക്ക് നമ്മൾ ആരും തിരിയുന്നില്ല. ഇതൊരു സൗകര്യം ഇല്ലാത്ത ഈ മരുഭൂമിയിൽ ഇവർ വെള്ളമൊക്കെ ഇങ്ങനെയൊക്കെ ശേഖരിച്ച് കൃഷിയൊക്കെ ചെയ്യണം. ശരിക്കും ഇവരൊക്കെ കണ്ടാണ് നമ്മളൊക്കെ പഠിക്കേണ്ടത്. ഇതൊക്കെ നല്ല ചൂടാണ് സമയത്ത് ഇതിലൊക്കെ കൃഷി ചെയ്യുള്ളൂ. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഇപ്പോൾ ഇതൊന്നും ഇവർ ഉപയോഗിക്കണില്ല. ചൂടാവുമ്പം പിന്നെ ഇതിലേക്ക് മാറും. അപ്പം പുറത്തൊന്നും കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതിലേക്ക് വെച്ചിട്ട് കൃഷി ചെയ്യും. എല്ലാ ഐറ്റംസ് കൃഷികളും അവർ ഇതിനുള്ളിൽ ചെയ്യും. കാര്യമായിട്ട് ചെറിയ ഈ ബാദനീസ് ഒക്കെ പറയുന്ന ബാദനീസ്, അതുപോലെ തന്നെ ഓരോ അങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ ഇതൊക്കെ അത് കൃഷി ചെയ്യാം. ഇതൊക്കെ കറണ്ടൊക്കെ ഉപയോഗിച്ചാൽ ഇവിടെ കുറേ ആടുകളൊക്കെ ഉണ്ട്. ആടുകളുണ്ട്, അപ്പുറം കുറച്ച് കോഴികളുണ്ട്. പിന്നെ എല്ലാ കൃഷികളും ഇതിൻ്റെ ഇടയിലുണ്ട്. കാര്യങ്ങളൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ അവർ നല്ല ഉല്ലാസത്തിന് വേണ്ടി വന്നിട്ട് അവിടെ പുറത്തൊക്കെ ചെറിയ ഷെഡൊക്കെ കെട്ടി അത് ഉല്ലാസത്തിന് വേണ്ടി വീടുകളെ കുറച്ച് അപ്പുറമാണ്. അതുപോലെ കൃഷിയിടങ്ങളാണ് സ്ഥലത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. കണ്ടാൽ ഇവിടെ വെള്ളം ഉണ്ടെന്നൊന്നും തോന്നൂല.
മലേൻ്റെ ഇടയിൽ കൂടെ ചെറിയ അരുവിയായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണേ. നമ്മൾ താഴോട്ട് വരച്ചിട്ടും തോറും ഇത് ഇങ്ങനെ കൂടിക്കൂടി വരും. നല്ല വെള്ളമൊക്കെ ഇല്ല, കുളിക്കാനൊക്കെ പറ്റിയ ഏരിയയാണ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളമുണ്ട്, വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഫുള്ള് പാറകളിൻ്റെ ഒന്നും സങ്കല്പിക്കാനും കൂടി കഴിയാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഈ പാറക്കല്ലുകളൊക്കെ ഗ്രാനൈറ്റ് പാറകളാണ്. ഒന്നും ഉപയോഗിക്കുന്നില്ല ഇവര്, ഇങ്ങനെ നിർത്തിയിട്ടേക്കാണ്. ഒന്നും ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ പാറകളും കാര്യങ്ങളൊക്കെ എപ്പോൾ ഇവരെയുള്ള മലകളും കാര്യങ്ങളൊക്കെ വിട്ടു റോഡ് കെട്ടാനുള്ള സ്ഥലം മാത്രമേ ഇവർ പോലെ നിലനിർത്തിക്കൊണ്ടാണ്. സീസണായി കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. കണ്ടിട്ടായിരിക്കും ഇവർ തൊടാത്തത് ഇത് കാണാനായിട്ട്. എല്ലാ വിദേശ രാജ്യങ്ങളിലെ ടൂറിസ്റ്റുകളും ഈ ഏരിയയിലേക്ക് നല്ലോണം വരുന്നുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടി. അങ്ങനെ തന്നെ ഗവൺമെന്റിനൊരു സംഖ്യ വരുമാനമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ നല്ലവണ്ണം ഇവിടേക്ക് ആളുകൾ വരുന്നുണ്ട്. ഒമാനിലെ ഓരോ ഒരുപാട് കാണാനുണ്ട് ഇവിടെ ഒമാനിൽ. നമ്മളെ ഇതുപോലെ നല്ല ഇതൊക്കെ ഇതിൽ ചെറുത് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലമാണ് ഒമാൻ. പഴയ പഴയ ചരിത്രങ്ങളും പുരാതനമായ ചരിത്രങ്ങളൊക്കെ ഒരുപാട് ഉള്ളൊരു രാജ്യമാണിത്. മലകളിലേക്കൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രത്യേക വഴി തന്നെ കേട്ടോ. അത് നിങ്ങൾ ഈ പാറ നോക്കിയാൽ ഒരു മരം പോലും ഇല്ലാതെ ഇതുപോലെ ഇങ്ങനെ വെറും പാറയായിട്ട് ഇങ്ങനെ കിടക്കുക.
എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇതറിയില്ലെങ്കിൽ എങ്ങനെ പരിപാടി. നമ്മളെ കുറേ സുഹൃത്തുക്കൾ വരുന്നുണ്ട് കുളിക്കാനൊക്കെ. ഞങ്ങൾ പോരുന്ന സമയത്ത് പോരുന്ന അറിഞ്ഞില്ല. ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ കേട്ടോ. വളരെ 5-8 ആളുകളുണ്ട്. അവർ പോരുന്ന അറിഞ്ഞിട്ട് അവരെ കൂടെ കൊണ്ടുവരുന്നത്. ഒരുപാട് ആളുകൾ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഉള്ളിലോട്ട് വന്നപ്പോഴാണെങ്കിൽ ആളുകളെ കാണാൻ കൂട്ടം ജനങ്ങളുണ്ട്. അപ്പോൾ ഇനി നോക്കണ്ട, ഇനിയിപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് കുളിക്കാം. കൂടെ ഒന്ന് കുളിച്ചിട്ട് പോകാം. പ്രത്യേക വെള്ളം കണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഇതാണ് കേട്ടോ. എന്തായാലും ഒന്ന് കുളിക്കണം എന്നുള്ളൊരു ഇതാണ്. കുടുംബത്തിൽ വെള്ളത്തിൽ ചാടുന്ന കാണുമ്പോൾ നല്ല തെളിഞ്ഞ ഇങ്ങനെ അടിഭാഗം കാണുന്ന വെള്ളം, തെളിനീരെന്ന് പറയാം. പാറന്റെ ഇങ്ങനെ കാണുമ്പോൾ അടിഭാഗം ഫുള്ളായിട്ട് ഇങ്ങനെ കാണാം. ഫാമിലികളൊക്കെ ആയിട്ട് കുറേ ആളുകൾ, പെരുന്നാളല്ല, ഇപ്പോൾ ഫാമിലികളൊക്കെ ആയിട്ട് കുറേ ആളുകൾ കാണാനും കുളിക്കാനൊക്കെ ഇതൊക്കെയാണ് പ്രവാസികളുടെ ജീവിതം. നാടും വീടൊക്കെ വിട്ടിങ്ങനെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെന്റ് വേണ്ടേ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുന്നതാണ്. ഒന്ന് മാറ്റട്ടെ, കഴിച്ചിട്ടൊന്ന് കുളിച്ച് കയറാം. ഒന്നും നോക്കുന്നില്ല, ആയെന്ന് തോന്നുന്നുണ്ട് ഇവരൊക്കെ. നോക്കി അക്ഷയ ചാടി. ഞാനായിട്ട് എന്തിന് ഇങ്ങനെ പുറത്ത് കാണാം, ഞാനും ഇറങ്ങന്നെ. അപ്പം എന്നാൽ കുളിക്കട്ടെ. നിങ്ങൾ കുളിസീനൊക്കെ ഒന്ന് കാണി. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റാളുകളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഇവിടെ റൂമും ജോലിയായിട്ട് ഇങ്ങനെ കഴിയല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെന്റ് വേണ്ടേ. ഇങ്ങനെ ഇതുപോലത്തെ ഒരു ചാട്ടം ഇതൊക്കെ എല്ലാവർക്കും കൂടി കിട്ടണമെങ്കിൽ ഇതുപോലെ പെരുന്നാളിനൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ സംസൊക്കെ ചാടിട്ടോ. അങ്ങനെ ഞാനും അവിടെ ചാടി. ഇനി നീന്ത് നോക്കാം. അതുകൊണ്ട് അക്ഷയും ചാടി. ഇനിയിപ്പോൾ ആരും നോക്കാം, എല്ലാം ഇതാക്കണ്ട. എല്ലാവരും നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഇറങ്ങുന്നുണ്ട് എല്ലാവരും കേട്ടോ.